ഫോറസ്റ്റ് കയറുമ്പോൾ കുറേ തേനീച്ചയുടെ കൂട് കണ്ടു ഗെയ്സ്. ഗെയ്സ് ധോണി ഫോറസ്റ്റ് ആണ്. ഇത് അടിഭാഗമാണ് കേട്ടോ. ടോപ്പിനി ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഇത് ധോണി ഫോറസ്റ്റ് ഒരു 3ാമത്തെ വളവ്. നല്ല വ്യൂ ആട്ടോ. ഇത് ഗെയ്സ് 4ാമത്തെ വളവ് എത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. കോടപ്പളും ഉണ്ട് കേട്ടോ. ആ മലയൊന്നും കാണാനല്ല കോടയും കൊണ്ട്. പാലക്കാടിന്റെ ചെറിയൊരു ഭാഗമാണ് കാണുന്നത്. അവിടെ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ കിട്ടുന്നില്ല, കോട മൂടിയ പോലെ. ഇത് ടോപ്പ് എത്താനായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഉള്ളൊരു വീഡിയോ ആണേ. ധോണി ഫോറസ്റ്റിന്റെ അല്ല ഗെയ്സ്, ഞങ്ങൾ ഗസ്റ്റ് ഹൗസ് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാണ് കേട്ടോ. ആന ഇറങ്ങുന്ന സ്ഥലമാണ്. നമ്മളെ ഇലക്ട്രിക് ഷോക്കൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഗസ്റ്റ് ഹൗസ്. ഒരു ദിവസത്തിൽ താമസിക്കാൻ 7000 രൂപയാണ് വിത്ത് ഫുഡ് അടക്കം കേട്ടോ. നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ. മോർണിംഗ് നല്ല ക്ലൈമറ്റാണ്. പിന്നെ ആനയും കാര്യങ്ങളൊക്കെ അടുത്ത് നിന്ന് നമുക്ക് കാണാം. കരടി, പുലി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഗസ്റ്റ് ഹൗസിൻ്റെ അടുത്തേക്കൊന്നും വന്നിട്ടില്ല ഇതുവരെ. ഇതാണ് നമ്മളെ ഗസ്റ്റ് ഹൗസ്. അടിപൊളിയാട്ടോ. വെള്ള സൗകര്യം എല്ലാം ഉണ്ട്. എല്ലാ സൗകര്യമുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം, ഷവറ്, കാര്യങ്ങൾ, നല്ല തണുപ്പുള്ള വെള്ളം എല്ലാം ഉണ്ട്. ഡയറക്റ്റ് നമുക്ക് വെള്ളം വരുന്നത് ഒരു 3 കിലോമീറ്റർ ദൂരത്തുള്ള കാട്ടുചോലയെന്നാണ്. അപ്പം അതുകൊണ്ട് നല്ല തണുപ്പ്. ബാക്കിൽ കൂടെ ഒക്കെ ആന കാര്യങ്ങളൊക്കെ വരുവേ നൈറ്റ്. അപ്പോൾ ഗെയ്സ് നമ്മൾ ധോണിയിൽ വർക്ക് ചെയ്യുമ്പോൾ നല്ല മഴ, അടിപൊളി കോടാറുണ്ടല്ലോ, സൂപ്പർ. അപ്പുറത്തുനിന്ന് നോക്കി നമുക്ക് കാണത്തില്ല, അങ്ങനത്തെ ഫ്രണ്ട് ആവുകൊണ്ട് നമുക്ക് ഇങ്ങനെ കാണാം. നല്ല കോട കണ്ടോ, അങ്ങോട്ട് നോക്കിയാൽ കാണത്തില്ല. നല്ല അടിപൊളി. ഗൈസ് നല്ല കോടയായിട്ടുണ്ട്, ഒന്നും കാണാൻ പറ്റുന്നില്ല. അടിപൊളി അടിപൊളി.